ആര്യാസ് വ്ലോഗ്. അപ്പൊ കൊറേ കാലത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്താണ്. ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ വേറെ നല്ല രണ്ടുപേരും ഭയങ്കര ബിസി ആയിപ്പോയി. ഞങ്ങള് സമ്മർ ക്ലാസ്, ഇപ്പൊ സമ്മർ ആണല്ലോ നമ്മുടെ ബഹ്റൈനില്. അപ്പൊ ഞങ്ങള് സമ്മർ ക്ലാസ്സിന്റെ, ഞാൻ ഡ്രോയിങ് ടീച്ചർ, ഇത് ഡാൻസ് ടീച്ചർ, അങ്ങനെ ഫുൾ ടൈം മോർണിംഗ് 8:30 സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് 8:30 വരെ. അതിലിടയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക്. അപ്പൊ അതായിരുന്നു ഞങ്ങള് ഈ ഒരു തിരക്കിലായിപ്പോയി. ഭയങ്കര ബിസി ക്ലാസ് ആയിരുന്നു. പക്ഷെ നല്ല അടിപൊളി ക്ലാസ്സുകള്, സെറ്റപ്പ്. അപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാലോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. ചേച്ചി പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഞാൻ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഐമാക് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സ് സെന്റർ എന്നാണ്. ബഹ്റിനിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കലാസ്ഥാപനമാണ്. 10 വർഷമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൊച്ചിൻ കലാഭവനും കൂടെ അതുമായിട്ട് മേജ് ആയിട്ട് ബഹ്റൈനിലുള്ള. ഇതാണ് ഞങ്ങളുടെ ഈ ഒരു തിരക്കായോണ്ടാണ് ഞങ്ങൾ വീഡിയോസ് കുറെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ വീഡിയോസ് ഇപ്പൊ കാണുന്നില്ല. ഇതാണ് റീസൺ. അപ്പൊ ഈ ഒരു വീഡിയോസിൽ ഞങ്ങൾ കാണിക്കാം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്ലാസ് റൂം ഒക്കെ. നല്ല കിട്ടില്ല ക്ലാസ് റൂമാണ്. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ, ഒരു പുതിയൊരു സംഭവം തന്നെയാണ്. ഞങ്ങൾക്കും പുതിയതായിരുന്നു, പിന്നെ അല്ലാതെ ഞങ്ങളുടെ കുട്ടികൾക്കും പുതിയതാണ്, ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനും പുതിയതാണിത്. എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നേരിട്ട് ക്ലാസ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആ ഒരു സെറ്റപ്പ് ആക്കി സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എല്ലാ ക്ലാസ് റൂമും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്ലാസ് റൂം മാത്രം നമുക്ക് വേറൊരു ടൂർ വെക്കാം. ഐമാക് ടൂർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് എല്ലാം ടോട്ടലായിട്ട് കാണിക്കുന്നതായിരിക്കും. നമ്മുടെ ചെയർമാൻ ഫ്രാൻസിസ് സാറ്, സുധി സാറ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ്. എല്ലാ സ്റ്റാഫിനെ വെച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ വിശദമായിട്ട് ഇന്നിപ്പോ എല്ലാരെയും കാണിക്കുന്നില്ല. ഞങ്ങളുടെ ആ ഒരു കുഞ്ഞ് 2 ക്ലാസ് റൂമും. എന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? മേക്കപ്പ് കൊണ്ടു ചേട്ടാ. ഇദ്ദേഹത്തിന്റെ പരീക്ഷണ കലാവിരുതുകൾ ഞാൻ മുഖത്ത് ഞാനൊന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയപ്പോ ആ പ്രോഡക്റ്റ് എല്ലാം കൂടെ വാരി തേച്ച ഒരു പോലാണ്. എനിക്ക് എന്റെ തല പൊക്കാൻ വെച്ചൊരു ഭാരം ഉണ്ടോ ഡൗട്ട് ഉണ്ട്. കാരണം ഇത്രയും സാധനങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് മുഖത്തേക്ക് ഇത്രയും യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് ഇവളെന്തോ വന്നു, ഓക്കെ, ഓവർ അപ്പൊ കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്, തീരാന്നല്ല. പക്ഷെ ഇത്രയും ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്കൊരു മേക്കപ്പ് വീട് ഭയങ്കര പുറത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഭയങ്കര ചൂട്, നല്ല ചൂടുണ്ട്. ടിഷ്യൂ വെച്ച് വൈപ്പേണ്ടി വരും. അപ്പൊ ഇതിന്റെ വീഡിയോ സക്സസ് ആയിണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഒരു ഓണം മേക്കപ്പ് വീഡിയോ നമുക്കിടാം. ഞങ്ങളുടെ ക്ലാസ് റൂം നല്ല കിട്ടില്ല ക്ലാസ് റൂംസ് കാണിച്ചുതരാം. പിന്നെ ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ഡ്രോയിങ് ആയിരുന്നു. അപ്പൊ എന്റെ കുറച്ച് ഞാൻ എന്തൊക്കെ പിള്ളേർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളതും കാണിച്ചുതരാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് ആവണീൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈടെക് ക്ലാസ് റൂമാണ്. ഇപ്പോൾ ഡാൻസ് ക്ലാസ് റൂമാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ഞങ്ങൾ ഇവിടെ വെച്ച ക്യാമറ, TV കണക്റ്റഡാണ് സിസ്റ്റം.
ഈ ഒരു ക്രാഫ്റ്റ് വർക്കൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുറേ പേര് എനിക്ക് മുമ്പും ഞാൻ ക്രാഫ്റ്റ് പേപ്പർ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയപ്പോൾ 1-2 പേര് അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. ഇനി നെക്സ്റ്റ് വീഡിയോസ് ഓൺവേർഡ്സ് ഞാൻ അവരുടെ പേരൊക്കെ വായിക്കാം കേട്ടോ. ഇത് കണ്ടിട്ട് പല കുട്ടികളും ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ നിന്ന്, അറിയാം. അപ്പോൾ ഇനി അവരെനിക്ക് കുറച്ച് ഡ്രോയിങ്സ് കാണാം. ഇത് ചെറിയ ഒരു 5, 6, 7 ഇയേഴ്സ് ഏജിൽ വരുന്ന കുട്ടികൾക്ക് കൊടുത്ത ഡ്രോയിങ് വർക്ക്സാണ് ഇതൊക്കെ.